നിത്യത ഉറപ്പുള്ള എത്ര പേരുണ്ട്? നിത്യത കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. പ്രൈസലോ. ബാക്കി എന്റെ ശുഭപാസ എല്ലാത്തിനും എക്സ്പയറി ഡേറ്റാ. എല്ലാത്തിനും എന്തുകൊണ്ട്? എക്സ്പയറി ഡേറ്റാ. നമ്മുടെ ലാസർ ഉയർത്തെഴുന്നേറ്റായിരുന്നു, പുള്ളി പിന്നെ മരിച്ചുപോയി. നിങ്ങളറിഞ്ഞോ? നമ്മുടെ പാസ്റ്റേഴ്സ് ഇല്ലാഞ്ഞുകൊണ്ട് അനുശോചന യോഗം നടന്നില്ലെന്നേ ഉള്ളൂ. അല്ലെ അനുശോചനം പറഞ്ഞ് നേരം വിളിപ്പിച്ചേനെ. നമ്മുടെ ആ റാ പോലെ വളർന്ന അമ്മച്ചി, റാന്നിക്കാരിയല്ല, റാ പോലെ വളഞ്ഞു നിന്ന് അമ്മച്ചി നേരെ കിടന്നു ചത്തു പെട്ടിക്കകത്ത്. പിന്നെ ആരും വളവ് നൂർക്കണ്ട, നേരെ കിടന്നു ചത്തു. ആ കൈ പറഞ്ഞിട്ട് സ്വോത്രകാഴ്ച ഇടാത്ത ചെറുക്കൻ അവൻ കൈ നൂർത്ത് വെച്ച് ചത്തു. നമ്മുടെ നയിലെ അമ്മാമ്മയുടെ ചെറുക്കൻ വഴി വെച്ച് ശവക്കോട്ടയിൽ പോകുന്ന വഴിക്ക് എഴുന്നേറ്റ് വന്നില്ലേ, അവനും പിന്നെ മരിച്ചു പോയെന്നേ. ഇവിടുത്തെ എല്ലാ സൗഖ്യത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇപ്പൊ കാൻസർ മാറുന്ന നല്ല കാര്യം, ട്യൂമർ മാറുന്ന നല്ല കാര്യം, ലുക്കേമിയ മാറിയതല്ല കാര്യം, വൈറൽ ഫീവർ പോയതല്ല കാര്യം, കോവിഡ് മാറിയതല്ല കാര്യം, നിത്യതയെ പോകുമോ എന്നുള്ളതാ കാര്യം. ഇവിടെ എന്തെങ്കിലും ചെറിയ സൊറി മാറുന്നതല്ല കാര്യം. ഇന്ന് രാത്രി നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ നിത്യത ഉറപ്പാക്കാതെ ഒറ്റ കുഞ്ഞിവിടുന്ന് പോകരുത്. നിത്യതയിലേക്ക് പോകണമെങ്കിൽ നീ ഇന്ന് രാത്രി ആത്മാവിന്റെ നിയോഗം ഏറ്റെടുക്കണം. എല്ലാരും ഒന്നും ഉയർക്കുമെന്നൊന്നും ഞാൻ പ്രസംഗിച്ചിട്ട് പോകുന്നില്ല. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. അത് വരാതിരിക്കാൻ ഈ രാത്രി തൊണ്ട പൊട്ടിക്കുന്നേ. നീ എത്ര കൈയടിച്ചാലും, എത്ര സ്വോത്രകാഴ്ച ഇട്ടാലും, എത്ര കൺവെൻഷൻ വെച്ചാലും നീ ആത്മാവിനെ പ്രാപിക്കുന്നതിൽ ഉയർപ്പുണ്ടാകത്തില്ല. ഉയർപ്പുണ്ടാകണേ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാ